ഉത്സവപ്പറമ്പുകളിൽ മറ്റ് മേളങ്ങൾക്കൊപ്പം തന്നെ ശിങ്കാരിമേളത്തിനും ഇപ്പോൾ ഏറെ പ്രാധാന്യം ലഭിക്കുന്നുണ്ട്. ഈ മേഖലയിൽ ഏറെ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അക്കൂട്ടത്തിലൊന്നാണ് വനിതകളുടെ ശിങ്കാരിമേളം. നാട്ടിൽ ഏറെക്കുറെ സജീവമായി കഴിഞ്ഞു വനിതകളുടെ ശിങ്കാരിമേളം. ഗൾഫിൽ നിന്നും ഇതാ വനിതകളുടെ ശിങ്കാരിമേള സംഘത്തിന്റെ വാർത്തകൾ വരുന്നു. പെൺസംഘം വളരെ ആവേശത്തിലാണ് ചെണ്ടയിൽ പെരുക്കുന്നത്. ദുബായിലെ സാംസ്കാരിക സംഘടനയായ ദലയുടെ ആഭിമുഖ്യത്തിലുള്ള വനിതാ ശിങ്കാരിമേള സംഘമാണിത്. ഇപ്പോൾ ദുബായിലെ ഒട്ടുമിക്ക ഓണാഘോഷങ്ങളിലും ഇവരുടെ സാന്നിധ്യമുണ്ട്. 15 പേർ. വീട്ടമ്മമാരും വിദ്യാർത്ഥിനികളും ഉദ്യോഗസ്ഥരുമെല്ലാമുണ്ട് ഈ സംഘത്തിൽ. ഇതിൽ ഞങ്ങളുടെ വീക്കൊക്കെ കൊട്ടുന്നത് ഞങ്ങളുടെ അമ്മമാരാണ്. അവര് വീട്ടമ്മയാണ്. അത് ജോലി ചെയ്യണവരുമുണ്ട്. പിന്നെ ഞങ്ങളെ പോലെ സ്റ്റുഡൻസ് ഇവരൊക്കെ 8ലും 10ലും പഠിക്കുന്ന കുട്ടികളാണ്. പിന്നെ ഞങ്ങളായാലും കോളേജിലും ജോലി ചെയ്തിട്ട് അതൊക്കെ കഴിഞ്ഞ് സമയം കണ്ടെത്തി വരും. ഒരു കൂടി വന്നാൽ ഒരു 3 മണിക്കൂർ കഷ്ടി കിട്ടുള്ളൂ ഞങ്ങൾക്ക് ആഴ്ചയിൽ 3 ദിവസം പ്രാക്ടീസ് ചെയ്യാൻ. എന്നിട്ട് എല്ലാവരും ബുദ്ധിമുട്ടിയിട്ടാണ് ഈ നിലവരെ എത്തിയത്. കഴിഞ്ഞ ഓഗസ്റ്റ് മുതലാണ് വനിതാ ശിങ്കാരിമേള സംഘം പരിശീലനം തുടങ്ങിയത്. കണ്ണൂർ മാട്ടൂൽ സ്വദേശി ഷൈജുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. തിരുവോണത്തിന് അരങ്ങേറ്റം നടത്തി. ഒരു 54 ദിവസം അങ്ങനെ കിട്ടിയിട്ടുള്ളൂ. അപ്പോഴേക്കും അരങ്ങേറ്റം നടത്തി. തിരുവോണത്തിന്റെ അന്ന് വൈകുന്നേരം 5 മണിക്ക് ദലയുടെ ഹാളിൽ വെച്ച് അരങ്ങേറ്റമൊക്കെ ഉഷാറായിരുന്നു. അന്നിന് ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ എനിക്കറിയാം ഇവരെല്ലാവരും ഉഷാറാണെന്ന്. കാരണം നല്ല ടാലന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും തന്നെ. പിന്നെ എല്ലാവരും എല്ലാ മേഖലയിലും തിളങ്ങുന്ന ആൾക്കാരാണ്. കോൽക്കളി, നാടകം, ഒപ്പന, തിരുവാതിര, ഡാൻസ് എല്ലാ ഐറ്റംസിലും. സംഘത്തിൽ വിദ്യാർത്ഥിനികളും ഉദ്യോഗസ്ഥകളും ഉള്ളതുകൊണ്ട് തന്നെ രാത്രിയിലാണ് ഇവരുടെ പരിശീലനം. ആഴ്ചയിൽ 3 തവണ. മിക്കപ്പോഴും ഞങ്ങൾ പ്രാക്ടീസ് വയ്ക്കുന്നത് ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ അങ്ങനെ 3 ദിവസങ്ങളിലാണ് വെക്കാറ്. എല്ലാവരുടെ സൗകര്യം പോലെ കണ്ടെത്തിയിട്ട് അങ്ങനെ വൈകുന്നേരം ഒരു 7 മണി തുടങ്ങി ഒരു 9 മണി വരെയാണ് ഞങ്ങൾ പ്രാക്ടീസ് നടത്താറ്. UAE-യിൽ ഓണാഘോഷത്തിന്റെ കാലമായതുകൊണ്ട് വനിതാ ശിങ്കാരിമേള സംഘത്തിന് ഇപ്പോൾ തിരക്കോട് തിരക്ക്. മിക്ക വെള്ളിയാഴ്ചകളിലും രാവിലെയും വൈകുന്നേരവുമായി 2 പ്രോഗ്രാമുകളാണ് ഈ സംഘത്തിന് ലഭിക്കുന്നത്. ഇത്തരമൊരു ശിങ്കാരിമേള സംഘത്തിൽ തങ്ങളുമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ സുഹൃത്തുക്കൾക്ക് വിസ്മയമായിരുന്നുവെന്ന് സ്കൂൾ വിദ്യാർത്ഥികളായ സംഘാംഗങ്ങൾ. ഫ്രണ്ട്സിന്റെ ഒക്കെ നല്ല റെസ്പോൺസ് ആയിരുന്നു. കാരണം അവർ ആദ്യമായിട്ടാണ് ഇങ്ങനെ വനിതകളുടെ ശിങ്കാരിമേള എന്ന് പറഞ്ഞാൽ കാണുന്നത്. അപ്പൊ അവർക്കൊക്കെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എങ്ങനെയാ ചെണ്ട കൊട്ടുക, അത് എങ്ങനെയാ ഞാൻ പൊക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വെയിറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാ പൊക്കുന്നതൊക്കെ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു, സന്തോഷമായിരുന്നു. TV-യിൽ പ്രോഗ്രാം എപ്പോ ഉണ്ടെന്നൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്. നിങ്ങളതെടുത്ത് പൊക്കിയോ, എങ്ങനെ പൊക്കി എന്നൊക്കെ ചോദിക്കാറുണ്ട്. ചെണ്ടയിൽ ഇനിയും കൂടുതൽ പഠിക്കാനാണ് ഇവരുടെ തീരുമാനം. പറ്റുമെങ്കിൽ തായമ്പകയിൽ ഒരു കൈ നോക്കണമെന്നും ഇവർ. അപ്പോൾ ഞങ്ങൾ ആദ്യം ശിങ്കാരിമേളമായിട്ട് തുടങ്ങിയെന്നേ ഉള്ളൂ. ഈ ചെണ്ടയും ഇതെല്ലാം ബേസിക്കലി ആ ഇൻട്രസ്റ്റ് ഇപ്പം ഭയങ്കരമാണ് എല്ലാവർക്കും. എല്ലാവരും അതിന് പഠിക്കാൻ, അത് കൂടുതലും പ്രോഗ്രാംസ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇതിനെ കൂടുതൽ നന്നായി ഒന്ന് അറിഞ്ഞ് അതിനെ നന്നായി ഒന്ന് പഠിക്കാനാണ് ഇപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും താല്പര്യം. മിഡിൽ ഈസ്റ്റിൽ തന്നെ ഒരു വനിതാ ശിങ്കാരിമേള സംഘം ഇതാദ്യമായാണ്. വനിതാ ശിങ്കാരിമേളത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് അത് ആസ്വദിക്കാനായി മാത്രം എത്തുന്നവരും വിരളമല്ല. UAE-യിലെ ആദ്യ വനിതാ ശിങ്കാരിമേള സംഘം കൊട്ടിക്കയറുകയാണ്. ഗൾഫ് റൗണ്ടപ്പിന്റെ എല്ലാ ആശംസകളും.